കേരളത്തിൽ ഏപ്രിൽ 26 നടക്കാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വളരെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്ന ഒരു മണ്ഡലമായി പത്തനംതിട്ട മാറിയിരിക്കുന്നു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ വന്ന് ഇലക്ഷൻ പ്രചരണത്തിന് തുടക്കം കുറിച്ചിട്ട് പോയിരിക്കുകയാണ്. ഒരുപക്ഷെ പത്തനംതിട്ടയുടെ ചരിത്രത്തിൽ ആദ്യമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങി വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ പത്തനംതിട്ട ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രാധാന്യമുള്ള ഒരു മണ്ഡലമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അങ്ങനെയാണ് BJP അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് അതിൻ്റെ പ്രധാന കാരണം? അതിൻ്റെ പ്രധാന കാരണം അവിടെ BJP നിശ്ചയിച്ചിരിക്കുന്നതായിട്ടുള്ള സ്ഥാനാർത്ഥി തന്നെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ വളരെ ശക്തമായി അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ഉന്നതനായ നേതാവായിരുന്നു ശ്രീമാൻ AK ആന്റണി. കേന്ദ്ര മന്ത്രിസഭയിൽ വളരെ പ്രധാനപ്പെട്ട പ്രതിരോധ വകുപ്പ് മന്ത്രി കൂടിയായിരുന്ന ശ്രീമാൻ AK ആന്റണി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ ഡോക്ടർ മൻമോഹൻ സിംഗിനോടൊപ്പം ശ്രീ PV നരസിംഹറാവുവിനോടൊപ്പം പ്രവർത്തിച്ച പാരമ്പര്യമുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിൽ ഇപ്പോൾ മത്സരിക്കുന്നത്. എന്തൊരു വൈരുദ്ധ്യമാണ്! ആ വൈരുദ്ധ്യമാണ് ആ മണ്ഡലത്തെ ഈ മത്സരത്തിൽ പ്രത്യേക സവിശേഷ ശ്രദ്ധ ഉള്ളതാക്കിയിരിക്കുന്നത് എന്ന് തന്നെയാണ് കേരളത്തിലെ പൊതുസമൂഹം കരുതുന്നത്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണം കൂടിയാണ് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ പത്തനംതിട്ട എന്ന് പറയുന്ന താരതമ്യേന ഒരു ഗ്രാമപ്രദേശം എന്ന് വിവക്ഷിക്കാവുന്ന പത്തനംതിട്ടയിലെ അദ്ദേഹത്തിൻ്റെ സമ്മേളനം. പൊരിവെയിലത്ത് പതിനായിരങ്ങളെ തട്ടിക്കൂട്ടി ഇവന്റ് മാനേജ്മെന്റ് പതിവ് അനുസരിച്ച് ഒരു മഹാസമ്മേളനം നടത്തിയിട്ടാണ് ഹെലികോപ്റ്ററിൽ പറന്നു മടങ്ങിപ്പോയ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി. പത്തനംതിട്ടയിൽ വന്ന് അദ്ദേഹം നടത്തിയ പ്രസംഗം സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. പത്തനംതിട്ടയുടെ കോണിലും മൂലയിലുമൊക്കെ നടന്ന ചില അടുത്ത കാല സംഭവങ്ങൾ പോലും അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹം എത്ര തയ്യാറെടുപ്പോടുകൂടിയാണ് അവിടെ വന്നത് എന്നത് സൂചിപ്പിക്കുന്നതാണ്. പൂഞ്ഞാറിൽ ഒരു ക്രൈസ്തവ പുരോഹിതനുണ്ടായ ഒരു പീഡനം, അദ്ദേഹത്തിൻ്റെ മേലുണ്ടായ ഒരു ആക്രമണം പോലും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞ് ക്രൈസ്തവ പുരോഹിതർക്ക് പോലും കേരളത്തിൽ രക്ഷയില്ല എന്ന് സമർത്ഥിക്കാൻ അദ്ദേഹം ശ്രമിച്ചത് എത്ര കൗശലത്തോടു കൂടിയാണ്, എത്ര ആസൂത്രണത്തോടു കൂടിയാണ്. അദ്ദേഹത്തെ തീർച്ചയായും ഇത് ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചതാണ് എന്നതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. സംഭവം സത്യമാണെങ്കിലും ഒരു ഗ്രാമപ്രദേശത്ത് നടന്ന ഒരു ചെറിയ സംഭവത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രീ നരേന്ദ്രമോദി കാട്ടിയതായിട്ടുള്ള തന്ത്രം ഗൗരവത്തിലെടുക്കേണ്ടത് തന്നെയാണ്. പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും പ്രബലമായ ഒരു സമുദായമാണ് ക്രൈസ്തവ സമുദായം. ക്രൈസ്തവ സമുദായത്തിൻ്റെ പ്രീതി പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ പുരോഹിതനോടുള്ള അദ്ദേഹത്തിൻ്റെ വികാരം പ്രകടിപ്പിച്ചത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞ മറ്റൊരു പ്രധാന വിഷയം റബ്ബർ കർഷകരുടെ പ്രശ്നത്തെക്കുറിച്ചാണ്. അദ്ദേഹം വളരെയേറെ കണ്ണീരൊഴുക്കി റബ്ബർ കർഷകർ അനുഭവിക്കുന്ന വേദനകളെക്കുറിച്ച്. അദ്ദേഹത്തിന് പത്തനംതിട്ട ജില്ലയിലെ റബ്ബർ കർഷകരൊന്നും
ഡൽഹിയിൽ ഇരിക്കുമ്പോൾ ഒരു വിഷയമായിരുന്നിട്ടില്ല. എന്നാൽ പത്തനംതിട്ട വന്നപ്പോൾ അദ്ദേഹം ആ വിഷയത്തെക്കുറിച്ചും പഠിപ്പിച്ചു കൊടുത്തതിൻ്റെ പേരിൽ പ്രസംഗത്തിൽ പരാമർശിക്കുകയുണ്ടായി. അതിനൊക്കെ സഹായം ചെയ്ത ആളുകളെയൊക്കെ നമുക്കറിയാം. ഈ അടുത്ത കാലത്ത് BJP-യിൽ ചേർന്ന കേരള കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാവായിരുന്ന ശ്രീമാൻ PC ജോർജും അദ്ദേഹത്തിൻ്റെ മകനും, അതോടൊപ്പം തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് BJP-യിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാവായിരുന്ന കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ K കരുണാകരന്റെ മകൾ ശ്രീമതി പത്മജ വേണുഗോപാലും ഒക്കെ നരേന്ദ്രമോദിയോടൊപ്പം വേദി പങ്കിട്ടവരാണ്. അവരൊക്കെ പറഞ്ഞു കൊടുത്ത, പ്രത്യേകിച്ച് ശ്രീ PC ജോർജൊക്കെ കർഷക പാർട്ടിയിൽ ദീർഘവർഷങ്ങൾ പ്രവർത്തിച്ച ഒരാളെന്ന രീതിയിൽ റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ നന്നായി അറിയാവുന്നയാളാണ്. സ്വാഭാവികമായി അദ്ദേഹം പറഞ്ഞു കൊടുത്ത ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ശ്രീ നരേന്ദ്രമോദി റബ്ബർ കർഷകരുടെ ദുരിതങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞത് എന്ന് തന്നെ വേണം കരുതാൻ. അതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് ഇപ്പോൾ കോട്ടയത്ത് മത്സരിക്കുന്ന NDAയുടെ ഘടകകക്ഷിയായ BDJS-ന്റെ സംസ്ഥാന നേതാവ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി നടത്തിയതായ പ്രഖ്യാപനം. അദ്ദേഹം പറയുന്നത് റബ്ബർ കർഷകർക്ക് 250 രൂപ ഒരു കിലോയ്ക്ക് താങ്ങുവിലയായി തീർച്ചയായും അദ്ദേഹം പാർലമെന്റിൽ ചെന്നാൽ ഉറപ്പായി വാങ്ങിക്കൊടുക്കുമെന്നാണ്. അദ്ദേഹം തുറപ്പ് ഗുലാൻ ഇറക്കിയിരിക്കുകയാണ്. കോട്ടയത്തെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം ഇന്ന് സ്വയം പ്രഖ്യാപിച്ചു. കോട്ടയത്തെ കർഷകരെ കയ്യിലെടുക്കാൻ റബ്ബർ എന്ന് പറയുന്ന ആര് പിടിച്ചാലും വലിഞ്ഞു വരുന്ന വസ്തുവിനെയാണ് അവിടുത്തെ സ്ഥാനാർത്ഥികളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ സ്ഥാനാർത്ഥികളെല്ലാം റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ആവർത്തിച്ച് വാഗ്ദാനം ചെയ്യുന്നവരാണ്. നിയമസഭയിലെ ആകട്ടെ പാർലമെന്റിലെ ആകട്ടെ ഉള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം റബ്ബർ കർഷകർക്ക് നിരന്തരമായ വാഗ്ദാനങ്ങൾ കൊടുക്കുന്ന ഒരു സാഹചര്യം കോട്ടയത്തുണ്ട്. ഇപ്പോൾ അവിടെ കേരള കോൺഗ്രസിനെ പ്രതികരിക്കുന്ന മാണി ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയാണ് പാർലമെന്റിൽ ഉള്ളത്. അദ്ദേഹം UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പിന്നീട് അദ്ദേഹം LDF-ന്റെ സ്ഥാനാർത്ഥിയായി രൂപാന്തരപ്പെട്ടയാളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളവും റബ്ബറാണ് പ്രധാന വിഷയം. ഇപ്പോൾ പത്തനംതിട്ട നടക്കുന്ന മത്സരം ശ്രീ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി BJP-യുടെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ പ്രധാനമന്ത്രി വന്ന് ഈ കാർഡിളക്കിയത് അതൊരു വളരെ പ്രധാനപ്പെട്ട മണ്ഡലം എന്ന ലിസ്റ്റിൽ പെടുത്തിക്കൊണ്ടാണ്. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മുൻ ധനകാര്യമന്ത്രിയായ ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള ഡോക്ടർ തോമസ് ഐസക്കാണ്. ഡോക്ടർ തോമസ് ഐസക്ക് പത്തനംതിട്ടയുമായി യാതൊരു ബന്ധവും ഉള്ള ഒരാളല്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം ആലപ്പുഴയായി. അദ്ദേഹം പത്തനംതിട്ട ഇപ്പോൾ ചുറ്റി സഞ്ചരിച്ച് പത്തനംതിട്ട എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു മണ്ഡലമാണ് എന്ന രീതിയിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് നിലവിലുള്ള MP ആയ ശ്രീമാൻ ആന്റോ ആന്റണിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ യുവജന പ്രസ്ഥാനങ്ങൾ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെയൊക്കെ വളർന്നു വന്ന് നേതൃനിരയിലെത്തിയ ഒരു സ്ഥാനാർത്ഥിയാണ് ശ്രീ ആന്റോ ആന്റണി. വളരെ തലമൂർന്ന ഒരു പാർലമെന്റേറിയനാണ്. വർഷങ്ങളോളം പാർലമെന്റിൽ സജീവമായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ആ മണ്ഡലത്തിൻ്റെ കോണും മൂലയും തിരിച്ചറിയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനുമാണ്. അവിടെ ഒരു കൗതുകകരമായി കാണേണ്ട ഒരു സംഗതി, 3 മുന്നണികളും പറയാതെ പറഞ്ഞിരിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിൽ നിന്നാണ് 3 മുന്നണികളും സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പത്തനംതിട്ട നിയോജക മണ്ഡലം ക്രൈസ്തവ സമൂഹത്തിന് സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. ഡോക്ടർ തോമസ് ഐസക്ക് ഒരു പ്രാക്ടീസിങ് ക്രിസ്ത്യൻ അല്ലെങ്കിലും
അദ്ദേഹത്തിന്റെ പേര് കൊണ്ടെങ്കിലും കുറെ ആളുകൾ തെറ്റിദ്ധരിക്കുന്നെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ എന്ന ഒരു ആസൂത്രണത്തിലൂടെയാണ് ശ്രീമാൻ തോമസ് ഐസക്കിനെ പത്തനംതിട്ടയിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. നമുക്കറിയാം, പത്തനംതിട്ടയിലൊക്കെ ചുറ്റുവട്ടത്തൊക്കെ ഈ സമുദായത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഒരു പാരമ്പര്യവും ഇല്ലാത്തവർ രാഷ്ട്രീയ രംഗത്തേക്ക് വന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ്. യാതൊരു രാഷ്ട്രീയ പാരമ്പര്യവും ഇല്ലാതെ സാമുദായിക പരിഗണനയുടെ പേരിൽ മത്സരിച്ച് അവർ പോലും പ്രതീക്ഷിക്കാതെ ആദ്യ മത്സരത്തിൽ വിജയിച്ച് മന്ത്രിയായ ശ്രീമതി വീണ ജോർജ് ഏത് രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് അവിടെ വിജയിച്ചത് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് നന്നായിട്ട് അറിയാം. ആ ഒരു തന്ത്രമാണ് LDF അവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ആന്റണിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അദ്ദേഹം അവിടെ ഒരു പൊതു സ്ഥാനാർത്ഥിയല്ല. അദ്ദേഹത്തിന് വളരെ തഴക്കവും പഴക്കവുമുള്ള ഒരു മണ്ഡലമാണ് പത്തനംതിട്ട മണ്ഡലം. അവിടെയുള്ള ആളുകളെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം അവിടെയുള്ള ആളുകളെ പരിചയപ്പെടേണ്ടതും ഇല്ല. അവിടെയും ഈ നരേന്ദ്രമോദി വന്ന് കാലിളക്കിയത് കൊണ്ടും ക്രൈസ്തവരോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതുകൊണ്ടൊന്നും ജനങ്ങളുടെ മനസ്സിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മൂന്നാം സ്ഥാനത്തേക്ക് തന്നെ BJPയുടെ സ്ഥാനാർത്ഥി ശ്രീമാൻ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പോകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മുൻപൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ അവിടെയും യഥാർത്ഥത്തിൽ മത്സരം നടക്കുന്നത് UDFും LDFും തമ്മിലാണ്. രണ്ട് സ്ഥാനാർത്ഥികളും നേതൃനിരയിലുള്ളവരാണ്, തഴക്കമുള്ളവരാണ്, വിദ്യാസമ്പന്നരാണ്. അതുകൊണ്ട് പത്തനംതിട്ടയിലെ മത്സരം കേരളത്തെ രാഷ്ട്രീയ സാഹചര്യം പരിഗണിക്കുമ്പോൾ UDFും LDFും തമ്മിലാണ് എന്ന് തറപ്പിച്ചു പറയാനായി സാധിക്കും. പിന്നെ വീണ് കിട്ടിയ ഒരു സന്ദർഭം എന്ന രീതിയിൽ അനിൽ ആന്റണിക്ക് എവിടെയെങ്കിലും ഒരു ഇടം കൊടുക്കണമല്ലോ എന്ന് കരുതിയാണ് എല്ലാ ഒരുക്കങ്ങളോടും കൂടെ ശ്രീ അനിൽ ആന്റണിയെ ഒരു താരാപ്പൊലിമയോടുകൂടി പത്തനംതിട്ട ഇറക്കിയിരിക്കുന്നത്. പത്തനംതിട്ടയിലെ വോട്ടർമാരുടെ മനസ്സിനെ ഒന്ന് സ്വാധീനിക്കാൻ അനിൽ ആന്റണിക്ക് കഴിയുമെന്ന് BJP പ്രവർത്തകർ പോലും വിചാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം 2019 അവിടുത്തെ മത്സരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനാണ് മത്സരിച്ചത്. അദ്ദേഹം നല്ല ഒരു ശതമാനം വോട്ട് നേടുകയും ചെയ്തു. കാരണം അന്ന് ശബരിമല പ്രശ്നം കൊടുമ്പിരിക്കൊണ്ടിരുന്ന കാലഘട്ടമാണ്. പത്തനംതിട്ടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ശബരിമല എന്നുള്ളത്. ശബരിമല പ്രശ്നം കൊടുമ്പിരി കൊണ്ടപ്പോൾ നടത്തിയ ഒരു മത്സരം എന്ന നിലയിലാണ് K. സുരേന്ദ്രൻ അവിടെ ഗണ്യമായ ഒരു ശതമാനം വോട്ട് നേടാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞത്. എന്നാൽ ശബരിമലയിൽ ആ തരത്തിലുള്ള അന്തരീക്ഷം ഇപ്പോൾ നിലനിൽക്കുന്നില്ല. അവിടെ പൂർണ്ണമായ സമാധാന അന്തരീക്ഷമാണ്. ശബരിമലയെ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് പിടിക്കുക എന്ന് പറയുന്നതിന് യാതൊരു പ്രസക്തിയുമില്ല. കഴിഞ്ഞ പ്രാവശ്യം K. സുരേന്ദ്രന് കിട്ടിയ വോട്ടിന്റെ ഒരു ബലത്തിലാണ് ഒരു സ്റ്റാർ സ്ഥാനാർത്ഥിയായി അനിൽ ആന്റണിയെ BJP ബോധപൂർവം കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ K. സുരേന്ദ്രൻ മത്സരിച്ച ഒരു രാഷ്ട്രീയ പരിസരമല്ല, രാഷ്ട്രീയ കാലാവസ്ഥയല്ല ഇന്ന് പത്തനംതിട്ടയിൽ എന്നുള്ളത് പൊതുസമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് തന്നെ BJPയുടെ സ്ഥാനാർത്ഥി പത്തനംതിട്ടയിൽ പോകും എന്ന് തന്നെ വേണം കരുതാൻ. പിന്നെ ഈ അനിൽ ആന്റണിയുടെ കന്നി പ്രവേശമായതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി എല്ലാ പ്രചരണ ഉപാധികളും ഉപയോഗിക്കും, എല്ലാ സങ്കേതങ്ങളും ഉപയോഗിക്കും. അങ്ങനെ അവിടെയും പ്രചരണത്തിൻ്റെതായിട്ടുള്ള ഒരു കൊഴുപ്പ് അവർ കാട്ടും. അതിൻ്റെ തുടക്കം മാത്രമാണ് ശ്രീമാൻ നരേന്ദ്രമോദി കാണിച്ചത്. അദ്ദേഹം ഇനിയും 2-3 ദിവസങ്ങൾ കഴിയുമ്പോൾ ഇപ്പോഴത്തെ വിവരമനുസരിച്ച് പാലക്കാട്ടും വന്ന് കാടിളക്കി റോഡ് ഷോയൊക്കെ നടത്തി പ്രചരണം നടത്താൻ പോവുകയാണ്. അങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുൻപൊരിക്കലും ഉണ്ടാകാത്ത വിധം ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള ഈ കൊച്ചു സംസ്ഥാനങ്ങളിൽ നിറഞ്ഞാടി പ്രചരിക്കുകയാണ്.
പ്രചാരണം നടത്തുകയാണ്. എന്ത് വില കൊടുത്തും കേരളത്തിൽ BJPയുടെ അക്കൗണ്ട് തുറക്കണമെന്നല്ല, അദ്ദേഹം പത്തനംതിട്ടയിലെ പ്രസംഗത്തിലും അതിനു മുൻപും ഒക്കെ പറഞ്ഞത് 2 അക്ക സംഖ്യയുള്ള MP-മാർ കേരളത്തിൽ നിന്ന് ഉണ്ടാകണം BJPക്കായി. 2 അക്കം എന്ന് പറയുമ്പോൾ 20 ആകെയുള്ള സീറ്റിൽ കുറഞ്ഞത് 10 സീറ്റെങ്കിലും BJP മുന്നണി നേടണം എന്നാണ് ശ്രീമാൻ നരേന്ദ്രമോദി ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്വപ്നം കാണാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. സ്വപ്നം കാണുമ്പോൾ അർദ്ധരാജ്യം എന്തിനു കാണണം, പൂർണ്ണ രാജ്യം കണ്ടുകൂടെ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അദ്ദേഹം എന്തുകൊണ്ട് 10-ൽ നിർത്തി എന്നുള്ളതാണ് ഇവിടെ ചോദിക്കാനുള്ള പ്രധാന ചോദ്യം. വരും ദിവസങ്ങളിൽ ഇതിനെല്ലാം കേരളത്തിലെ പൊതുസമൂഹം മറുപടി നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.